തിരുവഞ്ചൂരിൽ ആഭിചാരക്രിയയുടെ പേരിൽ നടന്നത് മനസാക്ഷിയെ നടുക്കുന്ന ക്രൂരത. മർദ്ദനത്തിന് പുറമെ മദ്യം കുടിപ്പിച്ചു, ഭസ്മം കഴിപ്പിക്കുകയും ബീഡി വലിപ്പിക്കുകയും ചെയ്തു. തലമുടിയിൽ ആണിയും ഭസ്മവും ചേർത്ത് വലിച്ച് മുടിയുടെ ഭാഗങ്ങൾ മുറിച്ചുവെന്നും മൊഴിയുണ്ട്. കേസിൽ അറസ്റ്റിലായ അഖിൽ, പിതാവ് ദാസ്, ആഭിചാരക്രിയ നടത്തിയ ശിവദാസ് എന്നിവർ അറസ്റ്റിലായിരുന്നു. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് മണർകാട് പോലീസ് പറഞ്ഞു. ജോസി ബാബു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജോസിയിലേക്ക് വരാം. പൂജ തുടങ്ങിയത് 9 മണി വരെ 10 മണി വരെ പൂജ ഉണ്ടായിരുന്നു. എൻ്റെ ദേഹത്ത് എൻ്റെ ബാധ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുവന്നത്. എൻ്റെ അമ്മയുടെ ചേച്ചി മരിച്ചിട്ട് 1 മാസമായിട്ടുള്ളൂ. അവരുടെ ഏതാണ്ട് ബാധ എൻ്റെ ദേഹത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുവന്നത്. ആദ്യം പറയുന്ന അവരുടെ അമ്മയെ പറയുന്നത്. മന്ത്രവാദിനെ വിളിക്കുന്നത്. ഞാനും അവനും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ആ ബാധ ഉള്ളതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് ബാധ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവനായിട്ട് വഴക്കുണ്ടാക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ബാധ ഉള്ളതുകൊണ്ടാണ് അവർ പറയുന്നത്. അയാളൊരു മദ്യം ഒഴിച്ചു വെച്ചൊരു ഗ്ലാസ്സിനകത്ത്, പിന്നെ കുറേ 3 വെറ്റ, അത് പാക്ക്, പിന്നെ മഞ്ഞൾ വെള്ളം, അങ്ങനെ ചുമക്കാൻ വേണ്ടിയിട്ട് ചുണ്ണാമ്പിനകത്ത് കുറച്ച് മഞ്ഞൾ. ജോസി ബാബു കൂടുതൽ വിവരങ്ങളുമായി. ജോസി, എന്താണ് ഈ ആഭിചാരക്രിയ എന്ന പേരിൽ നടന്ന ഏർപ്പാടുകൾ എന്തൊക്കെയാണെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തുന്നത്? നിഷാദെ, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂര പീഡനങ്ങളാണ് ഈ യുവതി നേരിട്ടതെന്നാണ് പോലീസ് പറയുന്നത്. യുവതിയുടെ മൊഴിയും അപ്രകാരമാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവഞ്ചൂർ സ്വദേശിയായ അഖിൽ, ഇയാളുടെ പിതാവ് ദാസ്, അതോടൊപ്പം തന്നെ തിരുവല്ല സ്വദേശിയായ ആഭിചാര നടത്തുന്ന ശിവദാസ് എന്നിവരൊക്കെ പിടിയിലായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പറയുന്നത് ഈ വീട് കേന്ദ്രീകരിച്ച് ചില ദുരൂഹ ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇതൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി 2 ആഴ്ച മുമ്പ് മാത്രമാണ് ഈ യുവാവുമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. ഒഫീഷ്യലി വിവാഹം കഴിച്ചിട്ടില്ല ഇവർ. ഈ ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന യുവതിയാണ്. യുവതിയെ അങ്ങനെ ഈ പ്രണയത്തിലാകുകയും അവിടെ നിന്നും തിരുവഞ്ചൂരിലെ ഈ വീട്ടിലേക്ക് അഖിൽ വിളിച്ചുകൊണ്ട് വരികയുമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഈ യുവതിക്ക് ചില ദുരാത്മാക്കളുണ്ട് ശരീരത്തിൽ. അതിനെ പുറന്തള്ളുന്നതിന് ആഭിചാരക്രിയ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് യുവതിയെ ഇത്തരത്തിൽ ഈ ആഭിചാരക്രിയകൾക്ക് ഇരയാക്കിയതെന്നാണ് യുവതിയുടെ മൊഴി. പ്രധാനമായും മദ്യം കുടിപ്പിച്ചു, ബീഡി വലിപ്പിച്ചു, അതോടൊപ്പം തന്നെ ഭസ്മം കഴിപ്പിച്ചു, കൂടാതെ മഞ്ഞൾ വെള്ളം അടക്കം ശരീരത്തിൽ തളിച്ചു, കൂടാതെ ഭസ്മവും ആണിയും ചേർന്ന് തലമുടിയുടെ ഭാഗം മുറിച്ചു മാറ്റി. അങ്ങനെ സമാനതകളില്ലാത്ത ക്രൂരതയാണ് നേരിട്ടത്. ഏകദേശം രാവിലെ 11 മണിക്ക് ഈ ആഭിചാര ക്രിയകൾ രാത്രി 11 മണി വരെ നീണ്ടുവെന്നാണ് പോലീസിന്റെ എഫ്ഐആറിലുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് യുവതിയുടെ മാതാപിതാക്കൾ യുവതിയെ ബന്ധപ്പെട്ടപ്പോൾ യുവതി മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു. ഇതേ തുടർന്ന് സംശയം തോന്നിയതിനെ തുടർന്നാണ് പിന്നീട് യുവതിയെ കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ വിവരങ്ങൾ തേടിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ആഭിചാര ക്രിയയ്ക്ക് തന്നെ ഇരയാക്കി എന്നുള്ള കാര്യം യുവതി വെളിപ്പെടുത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നീട് ഈ ഭർത്താവ് അഖിലിനെയും ഭർത്തൃപിതാവിനെയും അതോടൊപ്പം തന്നെ ആഭിചാര ക്രിയകൾ നടത്തിയ തിരുവല്ല മുത്തൂർ സ്വദേശിയും അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഇയാളുടെ മാതാവിനും ഈ യുവാവിന്റെ മാതാവിനും ഈ കേസിൽ പങ്കുണ്ട്. കൂടാതെ ഇവരുടെ സഹോദരിമാർക്കടക്കം ഈ സംഭവത്തിൽ പങ്കുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റും ഉടൻ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. നവംബർ 2-ാം തീയതിയാണ് ഈ സംഭവം നടന്നതായാണ് പോലീസ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി ലഭിക്കുന്നത് 6-ാം തീയതിയാണ്. 6-ാം തീയതി പരാതി ലഭിച്ചതിന് പിന്നാലെ തന്നെ ഇവരെ പിടികൂടുവാൻ സാധിച്ചു എന്നതാണ് പോലീസും വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ നൂറ്റാണ്ടിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഏവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. സമാനതകളില്ലാത്ത ക്രൂരതയാണ് യുവതി നേരിട്ടത്. എന്തായാലും യുവതിയുടെ വെളിപ്പെടുത്തലുകളും പ്രതികരണങ്ങളും ഏറെ സങ്കടത്തോട് മാത്രമേ നമുക്ക് കേട്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഒരു പുതിയ ജീവിതം പ്രതീക്ഷിച്ച് അവർ ഒരു യുവാവിനോടൊപ്പം ഒരുമിച്ച് ജീവിക്കുവാൻ മുന്നിട്ടിറങ്ങിയാണ്. 2 ആഴ്ച മുമ്പ് മാത്രമാണ് അവർ ഒരുമിച്ച് താമസിക്കുവാൻ തുടങ്ങിയത്. വിവാഹം കഴിച്ചിരുന്നില്ല. വിവാഹത്തിന്റെ കാര്യങ്ങളുടെ ക്രമീകരണങ്ങളൊക്കെ നടത്തി വന്നിരുന്നതായാണ് മാതാപിതാക്കൾ പറയുന്നത്. കുടുംബത്തിന്റെ എതിർപ്പ് അവഗണിച്ചാണ് ഈ യുവാവിനോടൊപ്പം ജീവിക്കാൻ പെൺകുട്ടി തീരുമാനിച്ചതും. പക്ഷേ ഈ വലിയ ചതിക്കുഴിയിലേക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരിക്കലും നേരിടാൻ പാടില്ലാത്ത തരത്തിലുള്ള
രീതികളിലേക്കൊക്കെയാണ് ഈ പ്രതിസ്തുത വധു കടന്നുപോയത് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നതാണ് നമുക്ക് ഈ മൊഴികളിൽ നിന്നും ആഭിചാരത്തിന്റെ പേരിൽ വലിയ ക്രൂരത ഒരാൾക്ക് അനുഭവിക്കേണ്ടി വരികയാണ്. മദ്യം കുടിപ്പിക്കുന്നു, മുടി വിളിച്ചു പഴിക്കുന്നു, അവരുടെ ഭസ്മം കഴിപ്പിക്കുന്നു, ഏതൊക്കെയോ തരത്തിലുള്ള മഹാക്രൂരതകൾ അരങ്ങേറുകയാണ്. കേരളം വലിയ പുരോഗമന സംസ്ഥാനമാണ് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോൾ ഈ വക സംഗതികളിൽ കേരളത്തിന്റെ ഉള്ളടലുകളിൽ കാര്യമായി നടക്കുന്നുണ്ട് എന്ന് കാണണം. കേരളം എത്രയോ ഘട്ടങ്ങളിൽ ഇത്തരം അനുഭവങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് സർക്കാർ ഈ അന്ധവിശ്വാസം, അതിന്റെ നിരോധന നിയമം എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് ആലോചിച്ചത്. പക്ഷേ ഇപ്പോഴും അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അതിൽ നിന്ന് സർക്കാർ സ്റ്റെപ്പ് ബാക്ക് ചെയ്തെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഏറ്റവും അവസാനം മനസ്സിലാക്കുന്ന ഒരു അപ്ഡേറ്റ്. അതാണ് അങ്ങനെ ഒരു നിയമം, ഒരു ബില്ല് കൊണ്ടുവന്നത് നിയമമാക്കി മാറ്റുക എന്നതിനെക്കുറിച്ചുള്ള ആലോചന ഒരു ഘട്ടത്തിൽ സജീവമായിരുന്നു. നമ്മൾ കണ്ടതാണല്ലോ പത്തനംതിട്ടയിലെ ഒരു വീട്ടിൽ മാരകമായ കൊലപാതകം അരങ്ങേറിയത്. പക്ഷേ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ആ ഒരു വേഗതയോ അല്ലെങ്കിൽ ആ ആലോചനയോ അതിൽ നിന്ന് പിന്നോട്ട് പോകലാണ് പിന്നീട് കണ്ടതെന്ന് സത്യത്തിൽ പറയാം.